വാച്ചിന്റെ അല്ലെങ്കിൽ ക്ലോക്കിന്റെ ഡിസൈൻ അത് ഇമിറ്റേറ്റ് ചെയ്തതിന് ലോക പ്രശസ്തമായ ആപ്പിൾ കമ്പനിക്ക് $20 മില്യൺ ഫൈൻ ഇടേണ്ടി വന്നു. ഈ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും സ്റ്റീവ് ജോബ്സ് ലോകത്തിലെ മികച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഐഫോണും ഐപാഡും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഗോറില്ല ഗ്ലാസ് ഐഫോണിൽ ഉപയോഗിക്കുന്നതിലും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച് ഷോക്കേസിലിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോരാണ് പോയി താഴ്ത്തു വീണ പൊട്ടാത്ത ഒരു ഗ്ലാസ് വേണമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ ഗോറില്ല ഗ്ലാസ് ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് അത് ആപ്പിളിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു ടീം ആൾക്കാർ ഇതിന്റെ പല ന്യൂ വെർഷൻസും OS ആയാലും എന്തും റിലീസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് പോകാറുണ്ട്. അതിൽ അവർ ഉപയോഗിക്കുന്ന ക്ലോക്കിന് അതിൽ കാണിക്കുന്നുണ്ടല്ലോ സമയം, അതിനൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് സ്വിസ് ഫെഡറൽ റെയിൽവേയുടെ ഈ ഡിസൈൻ കാണുന്നത്. അങ്ങനെ ഇവരോട് ചോദിക്കാതെ ഈ സംഭവം ഇവർ 2012 ഇറക്കിയ ഐപാഡ് OS 6 ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഡിസൈൻ ഉപയോഗിച്ച് OS ഇറക്കി ഇതെല്ലാം പേപ്പറിലും അവിടെ ഇവിടെയൊക്കെ വന്നു. ആദ്യം ഈ സ്വിസ് റെയിൽവേ ഇത് ഭയങ്കര അഭിമാനമായിട്ട് കണ്ടു, അതായത് ആപ്പിൾ ഞങ്ങളുടെ ഡിസൈൻ ഉപയോഗിച്ചിരുന്നു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഈ ഡിസൈൻ മോണ്ടൈൻ വാച്ചിന് കോൺട്രാക്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ വേറെ ഒരു ക്ലോക്ക് ഉണ്ടാക്കാനും. അതുകൂടാതെ ഇതിന് ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും ഉണ്ട്. ഉടനെ തന്നെ ഇവർ ആപ്പിളിന് നോട്ടീസ് അയച്ചു. കാര്യങ്ങളൊക്കെ ലീക്ക് ആവാൻ തുടങ്ങി. പല ന്യൂസ് പേപ്പറിലും ഓൺലൈൻ മീഡിയയിലൊക്കെ ഈ സബ്ജക്ട് വന്നു. അതായത് സ്വിസ് ഫെഡറൽ റെയിൽവേ ആപ്പിളിനെതിരെ കേസ് ഫയൽ ചെയ്തു. ആപ്പിൾ പെട്ടുപോയി. എന്താ വെച്ചാൽ ആപ്പിളിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സംഭവം നടക്കണതിന്റെ കുറച്ച് ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സാംസങ്ങുമായിട്ട് ഇതേപോലെ ഒരു കേസിൽ വിജയിക്കുന്നത്. സാംസങ് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഫൈൻ ഇടിപ്പിക്കുന്നത്. അപ്പൊ ആപ്പിൾ ഇവിടെ ഫൈൻ കൊടുക്കുകയോ ഇല്ല എന്നുള്ള രീതിയിലായി ചർച്ചകൾ. സംഭവം അവര് കോടതിയിൽ അധികം കളിക്കാൻ നിൽക്കാതെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. $20 മില്യൺ ഫൈൻ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ അവർ നെക്സ്റ്റ് വെർഷൻ OS ഈ ഡിസൈൻ എടുത്ത് മാറ്റുകയും ചെയ്തു. പിന്നെ അവരത് ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഈ ഒരു ഡിസൈൻ മോഷണവുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്ഷ്യൽ കഥ.